ഓം ശാന്തി 23/1/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖത്ത് നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വരണം. നിങ്ങളുടെ മുഖം സദാ ഹർഷിതമായിരിക്കണം. ചോദ്യം: ബ്രാഹ്മണ ജീവിതത്തിൽ ഏത് കുട്ടികളാണോ ജ്ഞാനത്തിന്റെ ധാരണ ചെയ്തിട്ടുള്ളത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: 1. അവരുടെ പെരുമാറ്റം ദേവതകളെ പോലെ ആയിരിക്കും. അവരിൽ ദൈവിക ഗുണങ്ങളുടെ ധാരണ ഉണ്ടായിരിക്കും. 2. അവർക്ക് ജ്ഞാനം വിചാരസാഗര മന്ഥനം ചെയ്യാനുള്ള അഭ്യാസം ഉണ്ടായിരിക്കും. അവർ ഒരിക്കലും ആസുരീയ കാര്യങ്ങളെ, അർത്ഥം വ്യർത്ഥത്തെ മനനം ചെയ്യുകയില്ല. 3. അവരുടെ ജീവിതത്തിൽ നിന്ന് ചീത്ത പറയുക, നിന്ദിക്കുക എന്നിവ അവസാനിക്കും. 4. അവരുടെ മുഖം സദാ ഹർഷിതമായിരിക്കും. ഓം ശാന്തി. ജ്ഞാനത്തെയും ഭക്തിയെയും കുറിച്ച് ബാബ മനസ്സിലാക്കി തരുന്നു. മുരളി അർത്ഥം ജ്ഞാനം നൽകുക. മുരളിയിൽ മായാജാലമുണ്ടെന്ന് മഹിമയുമുണ്ടല്ലോ. അതിനാൽ തീർച്ചയായും എന്തെങ്കിലും മായാജാലം ഉണ്ടാകുമല്ലോ. കേവലം മുരളി കേൾപ്പിക്കുക എന്നുള്ളത് സാധാരണ പണ്ഡിതരും ചെയ്യാറുണ്ട്. ഈ മുരളിയിൽ ജ്ഞാനത്തിന്റെ മായാജാലമുണ്ട്. അജ്ഞതയെ മായാജാലമെന്ന് പറയില്ല. മുരളി മായാജാലമെന്ന് പറയുന്നു. ജ്ഞാനത്തിലൂടെ മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുന്നു. സത്യുഗത്തിൽ ഈ ജ്ഞാനത്തിന്റെ സമ്പത്താണ് ഉണ്ടാവുക. അവിടെ ഭക്തി ഉണ്ടായിരിക്കില്ല. ദ്വാപരയുഗം മുതലാണ് ഭക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ദേവതയിൽ നിന്ന് മനുഷ്യനായി മാറുന്നു. മനുഷ്യരെ വികാരിയെന്നും ദേവതകളെ നിർവികാരിയെന്നുമാണ് പറയുന്നത്. ദേവതകളുടെ സൃഷ്ടിയെ പവിത്രമായ ലോകമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ദേവതകളായി മാറുകയാണ്. ജ്ഞാനമെന്ന് എന്തിനെയാണ് പറയുന്നത്? 1. സ്വയത്തിൻ്റെയും അല്ലെങ്കിൽ ബാബയുടെയും പരിചയം. പിന്നീട് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ അറിവിനെയുമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. പിന്നീട് ഭക്തി തുടങ്ങുമ്പോൾ ഇറങ്ങുന്ന കലയെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഭക്തിയെ രാത്രിയെന്നും ജ്ഞാനത്തെ പകലെന്നുമാണ് പറയുന്നത്. ഇത് ആരുടെ ബുദ്ധിയിൽ വേണമെങ്കിലും ഇരിക്കും. എന്നാൽ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നില്ല. ദൈവിക ഗുണങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കാം ജ്ഞാനത്തിൻ്റെ ധാരണ ഉണ്ടെന്ന്. ജ്ഞാനത്തിൻ്റെ ധാരണയുള്ളവരുടെ പെരുമാറ്റം ദേവതകളെ പോലെ ആയിരിക്കും. കുറഞ്ഞ ധാരണ ഉള്ളവരുടെ പെരുമാറ്റം കലർപ്പുള്ളതായിരിക്കും. ധാരണയില്ല എങ്കിൽ അവർ മക്കളെയല്ല. മനുഷ്യർ ബാബയുടെ ഗ്ലാനി എത്രയാണ് ചെയ്യുന്നത്? ബ്രാഹ്മണ കുലത്തിൽ വരുമ്പോൾ മോശമായ വാക്കുകൾ പറയുക എന്നതും ഗ്ലാനി ചെയ്യുക എന്നതും അവസാനിക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നുണ്ട്. അതിൽ വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിലൂടെ അമൃത് ലഭിക്കും. വിചാരസാഗര മന്ഥനം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് മന്ഥനമാണ് നടക്കുക? ആസുരീയ വിചാരങ്ങൾ. അതിൽ നിന്ന് അഴുക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറാനുള്ള പഠിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയാം. ദേവതകൾ ഈ പഠിപ്പ് പഠിക്കില്ല. ദേവതകളെ ഒരിക്കലും ജ്ഞാനത്തിൻ്റെ സാഗരമെന്ന് പറയില്ല. ജ്ഞാനത്തിൻ്റെ സാഗരനെന്ന് ബാബയെ മാത്രമാണ് പറയുന്നത്. ദൈവിക ഗുണങ്ങൾ ജ്ഞാനത്തിലൂടെയാണ് ധാരണയാകുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ ജ്ഞാനം സത്യുഗത്തിൽ ഉണ്ടാകില്ല. ഈ ദേവതകളിൽ ദൈവികമായ ഗുണങ്ങളുണ്ട്. നിങ്ങൾ മഹിമയും പാടുന്നുണ്ട്, സർവഗുണസമ്പന്നൻ എന്ന്. അതിനാൽ ഇപ്പോൾ നിങ്ങൾ സമ്പന്നമായി മാറണം.
സ്വയത്തോട് ചോദിക്കണം, നമ്മളിൽ എല്ലാ ദൈവികമായ ഗുണങ്ങളാണോ അതോ എന്തെങ്കിലും ആസുരീയ അവഗുണങ്ങളുമുണ്ടോ? അഥവാ ആസുരീയ അവഗുണങ്ങളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ ദേവതയെന്ന് പറയുകയുള്ളൂ. ഇല്ല എങ്കിൽ കുറഞ്ഞ പദവിയെ പ്രാപ്തമാകൂ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ദൈവികമായ ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ഇതിനെയാണ് പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത്. ഈ യുഗത്തിലാണ് നിങ്ങൾ പുരുഷോത്തമരായി മാറുന്നത്. അതിനാൽ അന്തരീക്ഷവും വളരെ നല്ലതായിരിക്കണം. വായിലൂടെ ഒരു മോശമായ വാക്കുകളും വരരുത്. ഇല്ല എന്നുണ്ടെങ്കിൽ പറയും, ഇവർ കുറഞ്ഞ പദവി ഉള്ളവരാണെന്ന്. സംസാരിക്കുന്ന രീതിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മുഖം സദാ ഹർഷിതമായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരിൽ ജ്ഞാനമുണ്ടെന്ന് പറയില്ല. മുഖത്തിലൂടെ സദാ രത്നങ്ങൾ വരണം. ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര ഹർഷിത മുഖരാണ്. ഈ ലക്ഷ്മി നാരായണന്റെ ആത്മാവ് ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖത്തിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ വരണം. രത്നങ്ങൾ തന്നെ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ എത്ര സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ജ്ഞാനരത്നങ്ങൾ പിന്നീട് വജ്രങ്ങളും വൈഡൂര്യങ്ങളുമായി മാറുന്നു. 9 രത്നങ്ങളുടെ മാല വജ്രങ്ങളുടെയോ വൈഡൂര്യങ്ങളുടെയോ അല്ല. ഇത് ജ്ഞാനരത്നങ്ങളുടെ മാലയാണ്. മനുഷ്യർ പിന്നീടതിനെ രത്നമാണെന്ന് മനസ്സിലാക്കി മോതിരമായി ധരിക്കുന്നു. ഈ ജ്ഞാനരത്നങ്ങളുടെ മാല പുരുഷോത്തമ സംഗമയുഗത്തിലാണ് ഉണ്ടാക്കുന്നത്. ഈ രത്നങ്ങൾ തന്നെയാണ് നിങ്ങളെ ഭാവിയിലെ 21 ജന്മങ്ങളിലേക്ക് സമ്പന്നമാക്കി മാറ്റുന്നത്. ഇതിനെ ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ വജ്രങ്ങളും വൈഡൂര്യങ്ങളും ധരിക്കുകയാണെങ്കിൽ ഉടനെ ആരെങ്കിലും കൊള്ളയടിക്കും. അതിനാൽ സ്വയത്തെ വളരെ വളരെ വിവേകശാലിയാക്കി മാറ്റണം. ആസുരീയ അവഗുണങ്ങളെ ഇല്ലാതാക്കണം. ആസുരീയമായ അവഗുണങ്ങളിലൂടെ മുഖം തന്നെ ആസുരീയമായി മാറുന്നു. ക്രോധത്തിൽ വന്നാൽ മുഖം ചുവന്ന് തൊടുത്ത് നിറത്തിൽ ചുട്ടുപഴുത്ത കല്ല് പോലെയാകുന്നു. കാമവികാരമുള്ളവർ കറുത്തതായി മാറുന്നു. അതിനാൽ കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും വിചാരസാഗര മന്ഥനം ചെയ്യണം. ഈ പഠിപ്പ് വളരെയധികം ധനം സമ്പാദിക്കാനുള്ളതാണ്. മറ്റു പഠിപ്പുകളിലൊന്നും ധനങ്ങളുടെ സമ്പാദ്യമില്ല. ശരിയാണ്, അറിവ് പഠിച്ച് വലിയ പദവി പ്രാപ്തമാക്കുന്നു. അപ്പോൾ പഠിപ്പാണ് പ്രയോജനത്തിൽ വന്നത്, അല്ലാതെ പൈസയല്ല. പഠിപ്പ് തന്നെയാണ് ധനം. മറ്റെല്ലാം പരിധിയുള്ള ധനമാണ്. ഇതാണ് പരിധി ഇല്ലാത്ത ധനം. രണ്ടും പഠിപ്പാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ നമ്മളെ പഠിപ്പിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. അത് അല്പകാലത്തേക്ക് വേണ്ടിയുള്ള ഒരു ജന്മത്തിൻ്റെ പഠിപ്പാണ്. പിന്നീട് അടുത്ത ജന്മം ആദ്യം മുതലേ പഠിക്കണം. സത്യുഗത്തിൽ ധനത്തിന് വേണ്ടിയുള്ള പഠിപ്പിൻ്റെ ആവശ്യമില്ല. സത്യുഗത്തിൽ ഇപ്പോഴത്തെ പുരുഷാർത്ഥത്തിലൂടെ അളവറ്റ ധനം ലഭിക്കുന്നു. ധനം അവിനാശിയായി മാറുന്നു. ദേവതകൾക്ക് ധനം ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് ഭക്തിമാർഗത്തിൽ അർത്ഥം രാവണ രാജ്യത്തിൽ വന്നപ്പോഴും എത്ര ധനമുണ്ടായിരുന്നു, എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് പലരും വന്ന് ധനം കൊള്ളയടിച്ചു കൊണ്ടുപോയി. എത്ര ധനവാനായിരുന്നു. ഇന്നത്തെ കാലത്തെ പഠിപ്പിലൂടെ ഇത്രയും ധനവാനായി ആർക്കും മാറാൻ സാധിക്കില്ല. ഇത്രയും ഉയർന്ന പഠിപ്പ് പഠിക്കുന്നതിലൂടെ നമ്മൾ ദേവീ ദേവതകളായി മാറുകയാണ് എന്നിപ്പോൾ നിങ്ങൾക്കറിയാം. അതിനാൽ നോക്കൂ, പഠിപ്പിലൂടെ മനുഷ്യർ എന്തായി മാറുകയാണ്. ദരിദ്രനിൽ നിന്നും ധനവാനായി മാറുന്നു. ഇപ്പോൾ ഭാരതം തന്നെ എത്ര ദരിദ്രമാണ്.
ധനവാന്മാർക്കാണെങ്കിൽ സമയം തന്നെയില്ല. തൻ്റെ അഹങ്കാരവും ഉണ്ടാകുന്നു, ഞാൻ ഇന്നതാണെന്ന്. ഈ ജ്ഞാനത്തിൽ അഹങ്കാരമെല്ലാം ഇല്ലാതാകണം. നമ്മൾ ആത്മാവാണ്. ആത്മാവിൻ്റെ അടുത്ത് ധനം, സമ്പത്ത്, വജ്രങ്ങൾ, വൈഡൂര്യങ്ങളൊന്നുമില്ല. ബാബ പറയുന്നു, ദേഹസഹിതം എല്ലാ ബന്ധത്തെയും ഉപേക്ഷിക്കൂ. ആത്മാവ് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ധനവാനാണ് എന്നതെല്ലാം ഇല്ലാതാകുന്നു. വീണ്ടും പഠിച്ച് ധനം സമ്പാദിച്ച് അല്ലെങ്കിൽ നല്ല ദാനപുണ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ധനവാന്മാരുടെ വീട്ടിൽ ജന്മമെടുക്കും. പറയാറുണ്ടല്ലോ, കഴിഞ്ഞ ജന്മത്തെ കണക്കാണെന്ന്. ജ്ഞാനത്തിൻ്റെ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ കോളേജ് ധർമ്മശാലയെല്ലാം പണിതിട്ടുണ്ടെങ്കിൽ അല്പകാലത്തേക്ക് വേണ്ടി അതിൻ്റെ ഫലം ലഭിക്കുന്നു. ഈ ദാനപുണ്യവും ഇവിടെയാണ് ചെയ്യുന്നത്, സത്യുഗത്തിൽ ചെയ്യില്ല. സത്യുഗത്തിൽ നല്ല കർമ്മങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ സംഗമയുഗത്തിലെ സമ്പത്താണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ ആരിൽ നിന്നും വികർമ്മം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ രാവണൻ തന്നെ ഇല്ല. പാവപ്പെട്ടവരും വികർമ്മങ്ങളൊന്നും ചെയ്യില്ല. ഈ ലോകത്തിലാണെങ്കിൽ ധനവാന്മാരിൽ നിന്നും വികർമ്മം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. സത്യുഗത്തിൽ വികാരത്തിൽ പോകുന്നില്ലെങ്കിൽ എങ്ങനെ വികർമ്മങ്ങൾ സംഭവിക്കും? ഇതിൻ്റെ എല്ലാം ആധാരം കർമ്മമാണ്. ഇത് മായയാകുന്ന രാവണൻ്റെ രാജ്യമാണ്. അതിൽ മനുഷ്യൻ വികാരിയായി മാറുന്നു. ബാബ വന്ന് നിർവികാരിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ബാബ നിർവികാരിയാക്കി മാറ്റുന്നു, മായ പിന്നീട് വികാരിയാക്കി മാറ്റുന്നു. രാമവംശത്തിൻ്റെയും രാവണവംശത്തിൻ്റെയും യുദ്ധമാണ് നടക്കുന്നത്. നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്. എത്ര നല്ല നല്ല കുട്ടികളാണ് മായയോട് തോറ്റുപോകുന്നത്. മായ വളരെ ബലവാനാണ്, എങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നു. തീർത്തും അധപ്പതിച്ചവരെ പോലും ഉദ്ധരിക്കണമല്ലോ. ബാബയ്ക്കാണെങ്കിൽ മുഴുവൻ ലോകത്തെയും ഉദ്ധരിക്കണം. ഒരുപാട് പേർ വീണു പോകുന്നുണ്ട്. തികച്ചും താഴ്ന്ന തട്ടിലേക്ക് വന്ന് അധപ്പതിക്കുന്നു. അങ്ങനെയുള്ളവരെയും ബാബ ഉദ്ധരിക്കുന്നു. അധപ്പതിച്ചവരെല്ലാവരും രാവണ രാജ്യത്തിലാണ്. എന്നാൽ ബാബ രക്ഷപ്പെടുത്തുന്നു. വീണ്ടും വീണുപോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ വളരെയധികം അധപ്പതിച്ചു പോകുന്നു. അവർക്ക് പിന്നീട് ഇത്രയും ഉയരാൻ സാധിക്കില്ല. അധപ്പതിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറയാറുണ്ടല്ലോ, അവസാന സമയത്ത് ആരാണോ സ്ത്രീയെ സ്മരിക്കുന്നത് അവരുടെ ബുദ്ധിയിൽ അധപ്പതിച്ചതിൻ്റെ ഓർമ്മ തന്നെ വന്നുകൊണ്ടിരിക്കും. അതിനാൽ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കൽപ്പകൽപ്പം നിങ്ങൾ തന്നെയാണ് ദേവതകളായി മാറുന്നത്. മൃഗങ്ങളായി മാറുമോ? മനുഷ്യർ തന്നെയാണ് ദേവതകളായി മാറുന്നതും മനസ്സിലാക്കുന്നതും. ഈ ലക്ഷ്മി നാരായണനും കണ്ണും മൂക്കുമെല്ലാം ഉണ്ട്. മനുഷ്യരല്ലേ, എന്നാൽ ദൈവിക ഗുണങ്ങളുള്ളവരാണ്. അതുകൊണ്ടാണ് ദേവത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സുന്ദരമായ ദേവതയായി മാറുന്നത് എങ്ങനെയാണ്? പിന്നീട് എങ്ങനെയാണ് വീഴുന്നത്? ഈ ചക്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വിചാരസാഗര മന്ഥനം ചെയ്യുന്നവർക്ക് ധാരണയും നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. വിചാരസാഗര മന്ഥനം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധി ശൂന്യരായി മാറുന്നു. മുരളി കേൾപ്പിക്കുന്നവരുടെ വിചാരസാഗര മന്ഥനം നടന്നുകൊണ്ടേയിരിക്കും. ഈ വിഷയത്തിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കണം. സ്വതവേ വിചാരസാഗര മന്ഥനം നടക്കും. ഇന്നയാൾ വരുന്നുണ്ട്, അവർക്കും ഉന്മേഷത്തോടു കൂടി മനസ്സിലാക്കി കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കും. ഭാഗ്യത്തിലാണുള്ളത്. ചിലർക്ക് പെട്ടെന്ന് തന്നെ നിശ്ചയം വരും, ചിലർക്ക് വരില്ല. പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായും മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലാക്കും. പ്രതീക്ഷ വയ്ക്കണമല്ലോ.
പ്രതീക്ഷ വയ്ക്കുക അർത്ഥം സേവനത്തിനോടുള്ള താല്പര്യം വയ്ക്കുക. ക്ഷീണിക്കരുത്. പഠിച്ചിട്ടും അധപ്പതിച്ചവരായി വരികയാണെങ്കിൽ അവരെ വിസിറ്റിംഗ് റൂമിൽ ഇരുത്തണം. അതോ തിരിച്ചു പോകൂ എന്ന് പറയുമോ? ഇത്രയും ദിവസം എന്തുകൊണ്ട് വന്നില്ല എന്ന് തീർച്ചയായും ചോദിക്കും. പറയും മായയിൽ തോറ്റുപോയി എന്ന്. അങ്ങനെ ഒരുപാട് പേർ വരുന്നുണ്ട്. ജ്ഞാനം വളരെ നല്ലതാണ് എന്നറിയാം, എന്നാൽ മായ തോൽപ്പിച്ചു. സ്മൃതിയിലുണ്ടായിരിക്കുമല്ലോ. ഭക്തിയിലാണെങ്കിൽ ജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ കാര്യമില്ല. ഇത് ജ്ഞാനം ധാരണ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ ദേവതയായി മാറാനുള്ള സത്യമായ ഗീത കേൾക്കുന്നു. ബ്രാഹ്മണനായി മാറാതെ ദേവതയായി മാറാൻ സാധിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം, അല്ലാഹുവിനെ ഓർമ്മിക്കണം. അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് ചക്രവർത്തി പദവി ലഭിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ പറയൂ, അല്ലാഹുവിനെ ഓർമ്മിക്കൂ. അല്ലാഹുവിനെ തന്നെയാണ് ഉയർന്നതെന്ന് പറയുന്നത്. വിരലുകൊണ്ട് അല്ലാഹുവിനെ സൂചിപ്പിക്കാറുണ്ടല്ലോ. അല്ലാഹു ഒന്നാണെന്നും പറയാറുണ്ട്. ഒരു ഭഗവാൻ മാത്രമേയുള്ളൂ. ബാക്കി എല്ലാവരും കുട്ടികളാണ്. അച്ഛൻ സദാ ഒന്നു മാത്രമാണ്. ചക്രവർത്തി പദവി നേടുന്നില്ല. ജ്ഞാനവും നൽകുന്നു. തൻ്റെ കുട്ടികളാക്കി മാറ്റുന്നു. അതിനാൽ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. ബാബ നമ്മുടെ എത്ര സേവനമാണ് ചെയ്യുന്നത്. നമ്മളെ വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റുന്നു. പിന്നീട് ഒരിക്കലും ആ പുതിയ പവിത്രമായ ലോകത്തേക്ക് ബാബ വരുന്നില്ല. പാവനമായ ലോകത്തിൽ ബാബയെ ആരും വിളിക്കുന്നില്ല. പതീതമായവർ തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. പാവനമായ ലോകത്തിൽ വന്നിട്ട് എന്താണ് ചെയ്യുക? ബാബയുടെ പേര് തന്നെ പതീത പാവനൻ എന്നാണ്. അതിനാൽ പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം ബാബയുടേതാണ്. ബാബയുടെ പേര് ശിവൻ എന്നാണ്. പിന്നീട് സാളിഗ്രാമം എന്ന് കുട്ടികളെയാണ് പറയുന്നത്. സാളിഗ്രാമുകളുടെ പൂജയാണ് ഉണ്ടാകുന്നത്. ശിവബാബ എന്ന് പറഞ്ഞാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. മറ്റൊന്ന്, ബ്രഹ്മാവിനെയും ബാബ എന്നാണ് പറയുന്നത്. ഒരുപാട് പേർ പ്രജാപിത ബ്രഹ്മാവെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബ്രഹ്മാവിനെ യഥാർത്ഥ രീതിയിൽ അറിയില്ല. ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? നിങ്ങൾ പറയും, പരംപിത പരമാത്മാ ശിവനാണ് ബ്രഹ്മാവിനെ ദത്തെടുത്തത് എന്ന്. ബ്രഹ്മാവ് ശരീരധാരിയാണല്ലോ. ഈശ്വരൻ്റെ സന്താനങ്ങൾ എല്ലാവരും ആത്മാക്കളാണ്. എല്ലാ ആത്മാക്കൾക്കും അവരവരുടേതായ ശരീരമുണ്ട്. അവരവരുടേതായ പാർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അത് അഭിനയിക്കുക തന്നെ വേണം. ഇത് പരമ്പരയായി മുന്നോട്ടു പോകുന്നു. അനാദി അർത്ഥം അതിൻ്റെ ആദി മധ്യ അന്ത്യം ഇല്ല. മനുഷ്യർ കേൾക്കുന്നുണ്ട്, പക്ഷെ പാർട്ട് അവസാനിക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് വീണ്ടും ഉണ്ടാകുന്നത് എന്നതിൽ സംശയിക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് അനാദിയാണ്. എപ്പോഴാണ് ഉണ്ടായതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രളയം ഉണ്ടാകുന്നില്ല. ഇതും അന്ധവിശ്വാസമാക്കിയിരിക്കുകയാണ്. കുറച്ച് മനുഷ്യരായി മാറുന്നു, അതുകൊണ്ടാണ് പ്രളയമുണ്ടായി എന്ന് പറയുന്നത്. ബാബയിലുള്ള ജ്ഞാനം ഇപ്പോൾ മാത്രമാണ് പ്രകടമാകുന്നത്. ബാബയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, മുഴുവൻ സാഗരത്തെയും മഷിയാക്കി മാറ്റൂ, എന്നാലും മുഴുവനാകില്ല എന്ന്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തൻ്റെ ഹർഷിതമായ മുഖത്തിലൂടെ ബാബയുടെ പേര് പ്രശസ്തമാക്കണം. ജ്ഞാനരത്നങ്ങൾ മാത്രം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യണം. കഴുത്തിൽ ജ്ഞാനരത്നങ്ങളുടെ മാല ഉണ്ടായിരിക്കണം.
ആസുരീയ അവഗുണങ്ങളെ ഇല്ലാതാക്കണം. 2. സേവനത്തിൽ ഒരിക്കലും ക്ഷീണിക്കരുത്. പ്രതീക്ഷ വെച്ച് താൽപ്പര്യത്തോടുകൂടി സേവനം ചെയ്യണം. വിചാരസാഗരം മന്ഥനം ചെയ്ത് ഉന്മേഷത്തിലിരിക്കണം. വരദാനം: ആശയക്കുഴപ്പത്തിലാകുന്നതിനു പകരം അയഞ്ഞ ബന്ധം ശരിയാക്കി സംശയമുക്തരായി ഭവിക്കട്ടെ. സർവ പ്രശ്നങ്ങളുടെയും മൂലകാരണം അയഞ്ഞ ബന്ധമാണ്. ബന്ധം ശരിയാക്കുകയാണെങ്കിൽ സർവശക്തികളും നിങ്ങളുടെ മുന്നിൽ ചുറ്റിത്തിരിയും. ബന്ധം യോജിപ്പിക്കാൻ 1-2 മിനിറ്റ് എടുത്താലും ധൈര്യം നഷ്ടപ്പെട്ട് ആശയക്കുഴപ്പത്തിലാകരുത്. നിശ്ചയത്തിൻ്റെ അടിത്തറ ഇളകരുത്. ഞാൻ ബാബയുടേതാണ്, ബാബ എൻ്റേതാണ്. ഈ ആധാരത്തിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തൂ. എങ്കിൽ നിങ്ങൾ സമസ്യാമുക്തരായി മാറും. സ്ലോഗൻ: ബീജരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുക. ഇതാണ് പഴയ സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള വിധി. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. സേവനത്തിലോ പഴയ സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിലോ സഫലത കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും വിഘ്നങ്ങൾക്ക് വശപ്പെടുന്നു. പിന്നീട് അവയിൽ നിന്ന് മുക്തരാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ശക്തിയില്ലാതെ ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ അലങ്കാരി രൂപമാകൂ. ശക്തി രൂപം ധാരണ ചെയ്യൂ. അപ്പോൾ ബന്ധങ്ങളിൽ നിന്നും മുക്തമാകും. ഓം ശാന്തി.